നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കുവൈറ്റിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇറാൻ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആക്രമിച്ചത്. ആക്രമണങ്ങൾക്ക് ബദലായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആക്രമണം അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ്. സിവിലിയൻ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ ആ പ്രകോപനവും നടത്തുകയാണ്. കുവൈറ്റിലെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു, ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതിൽ ഇപ്പോൾ കുവൈറ്റ് വലിയ അമർഷത്തിലാണ്. ഇറാനും കുവൈറ്റും തമ്മിലുള്ള ശത്രുത അത് ഇനിയും പുതിയൊരു തലത്തിലേക്ക് എത്താൻ പോകുന്നു. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകാനാണ് ഇപ്പോൾ കുവൈറ്റ് ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് അഭയം തേടിയിട്ടുള്ള അല്ലെങ്കിൽ നിത്യ ചെലവുകൾക്കായി ഒരു തൊഴിലിനായി രാജ്യത്തേക്ക് വന്നിട്ടുള്ള, കുവൈറ്റ് എന്ന രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള, കുവൈറ്റ് എന്ന രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു വിദേശിയാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ കുവൈറ്റിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ, ഈ സിവിലിയൻ എയർപോർട്ട് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാന് മുന്നിൽ യാതൊരു പ്രകോപനവുമില്ലായിരുന്നു. പക്ഷേ വളരെ വലിയൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ അമേരിക്ക തിരിച്ചടി നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഈ ഇറാൻ കുവൈറ്റിലെ വിമാനത്താവളത്തെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ ബഹ്റൈന് നേരെ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു. മിസൈലുകളെല്ലാം ബഹ്റൈൻ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചു. പക്ഷേ ബഹ്റൈന് നേരെ നടന്ന ആക്രമണം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടന്ന ആക്രമണമാണ് എന്ന് ഏതൊരു രാജ്യത്തെയും പോലെ ആ രാജ്യവും വിലയിരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ അമേരിക്ക തിരിച്ചടിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ കേഷം ദ്വീപിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അവിടെയുള്ള ഡ്രോൺ കമാൻഡ് സെന്ററുകൾക്ക് നേരെയും അവിടെയുള്ള ഗ്രൗണ്ട് കൺട്രോൾ സെന്ററുകൾക്ക് നേരെയും ഒക്കെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് നയതന്ത്ര തലത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇറാനെതിരെ കുവൈറ്റ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കുവൈറ്റുമായി ബന്ധപ്പെടുകയും ഇന്ത്യൻ പൗരൻ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതിൽ വലിയ അമർഷം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കുവൈറ്റ് ഇപ്പോൾ ഇറാനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത്. ഇന്ത്യക്കാരൻ മരിച്ചത് തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ ഗവൺമെന്റും കട്ടക്കലിപ്പിലാണ്. അതുപോലെ തന്നെ കുവൈറ്റ് സർക്കാരും ഇറാനെതിരെ വലിയ അമർഷത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറിനകം രാജ്യം വിടണം എന്ന നിർദ്ദേശം ഇപ്പോൾ കുവൈറ്റ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ രാജ്യത്തിന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അങ്ങേയറ്റത്തെ നയതന്ത്ര നടപടിയാണ്. അതിലേക്ക് തന്നെ കുവൈറ്റ് പോയിരിക്കുന്നു. യാതൊരു ചർച്ചകൾക്കും സ്കോപ്പില്ല. ഇത് സമാധാന ശ്രമങ്ങളൊന്നും ഇറാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങേയറ്റത്തെ പ്രകോപനമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നും അല്ലെങ്കിൽ ഇറാൻ്റേതായിട്ടുള്ള എല്ലാ നയതന്ത്ര പ്രതിനിധികളും 24 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം എന്ന തീരുമാനമാണ് ഇപ്പോൾ കുവൈറ്റ് ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളില്ലാതെ തുടരുകയായിരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക വൻ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ കപ്പലുകളെ ഉപരോധിക്കുന്നുണ്ട്, ഇറാന്റെ തുറമുഖങ്ങളെ ഉപരോധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തപ്പോൾ തിരിച്ച് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഭീഷണിയായ രീതിയിൽ ഹോർമൂസ് കടലിടുക്കിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങളല്ലാതെ ഇരു രാജ്യങ്ങളും പരസ്പരം പോര് കഴിഞ്ഞ കുറേ നാളായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് പുനരാരംഭിക്കുമോ എന്നൊരു സംശയം ഉയർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യയും ഒരുപക്ഷെ തയ്യാറായേക്കും. കാരണം ഇന്ത്യൻ പൗരനാണ്
അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ പോലും അവതാളത്തിലാക്കുന്ന നിലയിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളെ ഒന്നും കടത്തിവിടുന്നില്ല. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള ഏതാനും ചില രാജ്യങ്ങളുടെ കപ്പലുകൾ ഇറാൻ കടത്തിവിടുന്നുണ്ട്. അതേസമയം ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നുപോകാൻ ഒരു കാരണവശാലും ഇറാൻ അനുവദിക്കുന്നില്ല. ഈ പറയുന്ന കടത്തിവിടുന്ന കപ്പലുകളിൽ നിന്ന് തന്നെ വലിയ തുക ഇറാൻ ഒരു കൈക്കൂലിയായി അല്ലെങ്കിൽ ഒരു ചുങ്കം എന്ന രീതിയിൽ ചുമത്തി വാങ്ങുന്നുമുണ്ട്. ഇങ്ങനെ ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും നടക്കുന്നത്. ഇത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇറാൻ ആണവോർജ നിർമ്മാണം അവസാനിപ്പിക്കുന്നത് വരെ ഈ ആക്രമണം തുടരും എന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയെയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെയും വലിയ രീതിയിൽ പ്രകോപിതരാക്കുന്ന രീതിയിൽ ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നതും